ഇതുവരെ കേരളം കണ്ട രാഷ്ട്രീയ നാടകങ്ങളുടെയും പതിവ് വാർത്തകളുടെയും രീതികളെല്ലാം തിരുത്തി കുറിക്കാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണിത്. ഒരു കാലത്ത് കടുത്ത ദുരന്തങ്ങളും കറുത്ത അധ്യായങ്ങളും മാത്രം സമ്മാനിച്ച തിരുവനന്തപുരത്തെ വിളപ്പിൽശാല അതേ മണ്ണിലേക്ക് ലോകം ഞെട്ടുന്ന ഒരു വിപ്ലവമാണ് ഇനി വരാൻ പോകുന്നത്. മാലിന്യ നിക്ഷേപ കേന്ദ്രം എന്ന പേരിൽ വർഷങ്ങളോളം കുറ്റപ്പെടുത്തലുകളും പ്രതിഷേധങ്ങളും മാത്രം കേട്ട ആ പ്രദേശം ഇനി ആഗോള ഭൂപടത്തിൽ തലയെടുപ്പോടെ നിൽക്കാൻ പോവുകയാണ്. അവിടെയാണ് മലയാളികളുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജിന്റെ അമ്മാവനും ലോക പ്രശസ്തനായ അർബുദ രോഗ വിദഗ്ധനുമായ ഡോക്ടർ MV പിള്ളയുടെ ആ വാക്കുകളുടെ പ്രസക്തി. അമേരിക്കയുടെ മണ്ണിലിരുന്ന് ഡാലസിൽ നിന്നും അദ്ദേഹം അയച്ച ചരിത്രപരമായ കത്തുകൂടി പുറത്തു വന്നതോടെ കേരള രാഷ്ട്രീയവും തലസ്ഥാന നഗരിയും വികസനവും പുതിയൊരു ചരിത്രത്തിലേക്ക് കാലുവെക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ കരുത്തുറ്റ പിന്തുണയും രാജ്യത്തിന്റെ തന്നെ വികസന മാതൃകകളും ചേർന്ന് വരുമ്പോൾ തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറ്റാൻ കച്ചകെട്ടിറങ്ങിയ സൂപ്പർ മേയർ VV രാജേഷിന്റെ നീക്കങ്ങളെ പ്രശംസിക്കാതെ ഇരിക്കാനാവില്ല. വന്നു കണ്ടു കീഴടക്കി എന്ന് അമേരിക്കയിലെ പ്രമുഖർ പോലും വാഴ്ത്തിയ സന്ദർശനം വെറുമൊരു യാത്രയായിരുന്നില്ല, മറിച്ച് തലസ്ഥാന നഗരിയുടെ ഭാവി മാറ്റിമറിച്ച ഒരു ചരിത്ര വിജയമായിരുന്നു. ലോകത്തിലെ തന്നെ ഒന്നാം നമ്പർ പബ്ലിക് ഹെൽത്ത് സ്ഥാപനമായ ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയുടെ സഹകരണത്തോടെ ഒരു ആഗോള ആരോഗ്യ ഗവേഷണ കേന്ദ്രം ഇനി വിളപ്പിൽശാലയിൽ യാഥാർത്ഥ്യമാവുകയാണ്. കോവിഡ് കാലത്ത് ലോകം മുഴുവൻ ഉറ്റുനോക്കിയ അതേ ജോൺസ് ഹോപ്കിൻസ് മാതൃക നമ്മുടെ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അത് കേരളത്തിന്റെ പൊതുജനാരോഗ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സുവർണ അധ്യായമായി മാറും. വർഷങ്ങളായി നമ്മൾ സ്വപ്നം കണ്ട മാറ്റം, അനന്തപുരിയുടെ വികസനത്തിന്റെ പുതിയ പെരുങ്കടൽ, അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. കാട്ടാക്കട നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ വിളപ്പിൻശാല കേരള രാഷ്ട്രീയത്തിൽ ഇത്രയധികം ചൂടേറിയ ചർച്ചകൾക്കും ജനകീയ പ്രക്ഷോഭങ്ങൾക്കും വേദിയായ മറ്റൊരു പ്രദേശം വേറെ ഉണ്ടാകില്ല. ഒരു കാലത്ത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റും അവിടെ നിന്ന് വളമുണ്ടാക്കാനുള്ള ഫാക്ടറിയും ഒക്കെയായി ആ നാട് അറിയപ്പെട്ടത് കടുത്ത ദുരിതങ്ങളുടെയും അവഗണനയുടെയും പേരിലായിരുന്നു. ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥതയും തെറ്റായ നയങ്ങളും കാരണം തകർന്നടിഞ്ഞ ആ മണ്ണ് പിന്നീട് നാടിന്റെ നെഞ്ചിലെ നീറ്റലായി മാറി. മാലിന്യത്തിനെതിരായ ജനങ്ങളുടെ രോഷവും തെരുവിലിറങ്ങിയുള്ള സമരങ്ങളും വാർത്തകളിൽ നിറഞ്ഞു നിന്നപ്പോൾ വിളപ്പിൽശാല എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അധികാരികൾ മുഖം തിരിക്കുന്ന അവസ്ഥയായിരുന്നു. വർഷങ്ങളോളം ആ പ്രദേശം പേറിയ കളങ്കത്തിനും ശാപത്തിനും ഒടുവിൽ അറുതിയാവുകയാണ് ഈ പ്രതിസന്ധികളുടെ എല്ലാം നടുവിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് ഡെപ്യൂട്ടി മേയറുമൊത്ത് അമേരിക്കയിലേക്ക് വണ്ടി കയറുന്നത്. വെറുമൊരു ഔദ്യോഗിക സന്ദർശനത്തിനപ്പുറം തലസ്ഥാന നഗരിയുടെ വികസന മാതൃകകളെ മാറ്റിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള മിഷൻ തിരുവനന്തപുരം പ്രൊജക്ടുമായാണ് അദ്ദേഹം അറ്റ്ലാന്റിക് കടന്നത്. അമേരിക്കയിലെ വിവിധ നഗരങ്ങളിലെ മേയർമാരുമായും വൻകിട ബിസിനസ് പ്രമുഖരുമായും അദ്ദേഹം നടത്തിയത് ചരിത്രപ്രധാനമായ കൂടിക്കാഴ്ചകളാണ്. തിരുവനന്തപുരത്തിന്റെ വികസനത്തിനായി അമേരിക്കൻ മണ്ണിൽ ചർച്ചകൾ നടത്തിയും പുതിയ പദ്ധതികളുടെ സാധ്യതകൾ തേടിയും മുന്നേറിയ VV രാജേഷിന്റെ ആ നിശ്ചയദാർഢ്യമാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. എതിരാളികൾ പോലും അത്ഭുതത്തോടെ നോക്കി നിൽക്കെ തന്റെ കർമ്മശേഷി കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോലും തിളങ്ങി നിൽക്കുകയാണ് നമ്മുടെ മേയർ. ഈ അമേരിക്കൻ സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നല്ലേ? പ്രമുഖ വിദഗ്ധൻ MV പിള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷിനും ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായ ശ്രീകുമാറിനും അയച്ച ചരിത്രപരമായ കത്താണ് ഇപ്പോൾ കേരളത്തിൽ പൊട്ടിത്തെറിയുണ്ടാക്കിയിരിക്കുന്നത്. ഡാലസിൽ നിന്ന് 2026 ഓഗസ്റ്റിൽ അയച്ച ആ കത്തിൽ VV രാജേഷിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം വിശേഷിപ്പിച്ചത് വന്നു കണ്ടു കീഴടക്കി എന്നാണ്. വിളപ്പിൽശാല എന്ന പ്രദേശത്തിന് മേൽ മുൻകാലങ്ങളിൽ സംഭവിച്ച വീഴ്ചകൾക്കും അടിച്ചേൽപ്പിക്കപ്പെട്ട ദുരന്തങ്ങൾക്കും പശ്ചാത്തലം എന്ന നിലയിലാണ് അദ്ദേഹം ഈ കിടിലൻ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ലോകത്തിലെ തന്നെ ഒന്നാം നമ്പർ പബ്ലിക് ഹെൽത്ത് സ്ഥാപനമായ ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയുടെ സഹകരണത്തോടെ ഒരു ആഗോള സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് വിളപ്പിൻശാലയിൽ യാഥാർത്ഥ്യമാക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോവിഡ് കാലത്ത് ലോകം മുഴുവൻ പേടിയോടെയും പ്രതീക്ഷയോടെയും ഉറ്റുനോക്കിയ അതേ ജോൺസ് ഹോപ്കിൻസ് സ്ഥാപനം തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ വിപ്ലവമായി മാറും. ഈ പദ്ധതി വെറുമൊരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നതല്ല. ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിലെ പ്രൊഫസർ ഷെൽബിക്കുട്ടി വളരെ പെട്ടെന്ന് തന്നെ VV രാജേഷുമായും സംഘവുമായും നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ്. 1998 സമാനമായ ഒരു ആഗോള ആരോഗ്യ പ്രൊജക്ട് സിംഗപ്പൂരിലേക്ക് പോയിരുന്നുവെങ്കിലും തിരുവനന്തപുരത്തിനായി വീണ്ടും പുതിയ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് ഡോക്ടർ MV പിള്ള. മേയോ ക്ലിനിക്, ജോൺസ് ഹോപ്കിൻസ് തുടങ്ങിയ ലോകോത്തര പ്രശസ്തമായ സ്ഥാപനങ്ങളുമായി പങ്കാളിത്തം സ്ഥാപിച്ച് ഒരു കാലത്ത് മാലിന്യ കൂമ്പാരമായിരുന്ന വിളപ്പിൻശാല അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മികവിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുമെന്ന അടിയുറച്ച പ്രത്യാശയമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്.
അനന്തപുരിയുടെ പുതിയ കുതിപ്പും ഈ ബ്രഹ്മാണ്ഡ പദ്ധതിക്ക് കരുത്തു പകരാൻ നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ പിന്തുണയും ഒപ്പമുണ്ടാകുമെന്നതാണ് മറ്റൊരു വലിയ പ്രത്യേകത. കേന്ദ്ര സർക്കാരിന്റെ വികസന നയങ്ങളും ഫണ്ടിങ്ങും ഒക്കെ ചേരുമ്പോൾ തലസ്ഥാന നഗരിയുടെ വികസനം വേറെയൊരു ലെവലിലേക്ക് ഉയരുകയാണ്. സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ഒരുപോലെ ചർച്ചയായി കഴിഞ്ഞ ഈ പദ്ധതി കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ സുവർണ ലിപികളിൽ എഴുതപ്പെടും തീർച്ച. മാലിന്യത്തിന്റെ ദുർഗന്ധം വമിച്ചിരുന്ന ആ മണ്ണിൽ നിന്ന് ഇനി ഉയരാൻ പോകുന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആരോഗ്യം ഗവേഷണത്തിന്റെ മഹാസൗന്ദര്യമാണ്. ഇതിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷനും മേയർ വി രാജേഷും തെളിയിക്കുന്നത് ഒന്നു മാത്രമാണ്: കാഴ്ചപ്പാടും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മലർത്തിയടിച്ച് വിജയം പിടിച്ചെടുക്കാം. അനന്തപുരിയുടെ മുഖച്ഛായ തന്നെ മാറിമറിയുന്ന സുവർണ കാലഘട്ടത്തിലേക്കാണ് നാം കാലെടുത്ത് വയ്ക്കുന്നത്. ഈ വലിയ മാറ്റങ്ങൾക്ക് വേഗത കൂട്ടുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഉറച്ച പിന്തുണയാണ്. രാജ്യത്തിന്റെ വികസന മാതൃകകൾ കേരളത്തിലേക്കും തലസ്ഥാന നഗരിയിലേക്കും എത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വി രാജേഷിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ വികസന സ്വപ്നത്തിനും കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പാണ്. ഡൽഹിയിലെ ഭരണകേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടും വിദേശ രാജ്യങ്ങളിലെ ലോകോത്തര സ്ഥാപനങ്ങളുമായി കൈകോർത്തും തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്മാർട്ട് സിറ്റിയാക്കി മാറ്റാനുള്ള മാസ്റ്റർ പ്ലാനാണ് ഇവിടെ തയ്യാറാകുന്നത്. കേന്ദ്ര നഗരസഭ ഏകോപനത്തിലൂടെ തിരുവനന്തപുരം കാണാൻ പോകുന്ന ഈ വികസന കുതിപ്പ് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചരിത്രമായി മാറും എന്നതിൽ സംശയമില്ല. ഇനി ഇവിടെയാണ് കേരള രാഷ്ട്രീയത്തിലെ മറ്റൊരു വൈരുദ്ധ്യം നിങ്ങൾ കാണേണ്ടത്. വർഷങ്ങളോളം തലസ്ഥാന നഗരി ഭരിച്ച CPM-ഉം ഇടതു നേതാക്കളും തിരുവനന്തപുരത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഉത്തരമില്ലാത്ത അവസ്ഥയാണ്. അന്ന് മേയർ പദവിയിലിരുന്ന ആര്യ രാജേന്ദ്രന്റെ ഭരണകാലഘട്ടത്തിലായാലും നഗരവികസനത്തിന് പകരം നിരന്തരമായ വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും മാത്രമാണ് തലസ്ഥാന വാസികൾക്ക് ലഭിച്ചത്. ആ ഭരണത്തിന്റെ പോരായ്മകളെയും കെടുകാര്യസ്ഥതകളെയും മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് ജനങ്ങൾ അതീവ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. എന്നാൽ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വരികയും മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിൽ നഗരത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള ബ്രഹ്മാണ്ഡ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്യുമ്പോൾ അതിനെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ കളിയാക്കാനും തടയാനുമാണ് പലരും നോക്കുന്നത്. നാടിന്റെ വികസനത്തേക്കാൾ തങ്ങളുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഈ ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വികസനത്തിന്റെ പുതിയ പാതയിലൂടെ അനന്തപുരി മുന്നോട്ട് കുതിക്കുമ്പോൾ ഇത്തരം കുറ്റപ്പെടുത്തലുകളും രാഷ്ട്രീയ കളികളും നോക്കി നിൽക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറല്ല. ചുരുക്കി പറഞ്ഞാൽ വർഷങ്ങളായി കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന വികസന മാതൃകകൾ നമ്മുടെ തിരുവനന്തപുരത്തിലേക്ക് യാഥാർത്ഥ്യമായി വരികയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.